ഈ വർഷം ജൂണിൽ വടക്കേ അമേരിക്കയിൽ നടക്കാനിരിക്കുന്ന ഫിഫ ലോകകപ്പിൽ ഇറാൻ ദേശീയ ടീമിന്റെ പങ്കാളിത്തം സംബന്ധിച്ച അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമായി. ഇറാൻ ടീമിന് അമേരിക്കയിൽ പ്രവേശിക്കാമെന്ന് US ഭരണകൂടം ഔദ്യോഗികമായി അറിയിച്ചു. എന്നാൽ ടീമിനൊപ്പം എത്തുന്ന ഒഫീഷ്യലുകൾക്കും മറ്റ് ജീവനക്കാർക്കും അതീവ കർക്കശമായ നിബന്ധനകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇറാനിലെ സായുധ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി നേരിയ ബന്ധമെങ്കിലുമുള്ള ആരെയും തങ്ങളുടെ മണ്ണിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. പരിശീലകൻ, മാധ്യമപ്രവർത്തകർ, അത്ലറ്റിക് ട്രെയിനർമാർ എന്നീ ലേബലുകളിൽ IRGC പ്രവർത്തകർ നുഴഞ്ഞു കയറുന്നത് തടയാൻ വിസ നടപടികളിൽ കടുത്ത സ്ക്രീനിംഗ് ഏർപ്പെടുത്തും. IRGC ഒരു വിദേശ ഭീകര സംഘടനയായാണ് വാഷിംഗ്ടൺ കണക്കാക്കുന്നത്. ഭീകരർക്ക് പത്രപ്രവർത്തകർ എന്ന വ്യാജേന ഞങ്ങളുടെ രാജ്യത്തിലേക്ക് വരാൻ കഴിയില്ല എന്ന് റൂബിയോ തുറന്നടിച്ചു. എന്നാൽ കായിക താരങ്ങളെയും ഫുട്ബോളിനെയും രാഷ്ട്രീയ സംഘർഷങ്ങൾ ബാധിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും കളിക്കാർക്ക് പ്രവേശനം ഉണ്ടാകുമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മുൻപ് വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയുടെ ഈ കർക്കശ നിലപാടിൽ ഇറാൻ ഫുട്ബോൾ ഫെഡറേഷൻ ആശങ്കയിലാണ്. ഇറാനിലെ നിയമപ്രകാരം പല കളിക്കാരും മുൻപ് നിർബന്ധിത സൈനിക സേവനത്തിന്റെ ഭാഗമായി IRGCയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവർക്ക് വിസ ലഭിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. കളിക്കാർക്കും ഒഫീഷ്യലുകൾക്കും അമേരിക്കയിൽ പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കിയാൽ മാത്രമേ ടീമിനെ അയക്കൂ എന്ന് ഇറാന്റെ കായിക മന്ത്രി അഹമ്മദ് ദുനിയമാലി വ്യക്തമാക്കി. ലോകകപ്പുമായി ഔദ്യോഗിക ബന്ധമില്ലാത്ത ട്രംപിന്റെ പ്രതിനിധി പൗലോ സാംബോളി ഇറാന് പകരം ഇറ്റലിയെ ടൂർണമെന്റിൽ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞു. യോഗ്യത നേടിയ ഇറാനെ മാറ്റാൻ അമേരിക്കയ്ക്ക് പദ്ധതിയില്ലെന്നും എന്നാൽ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്നുമാണ് അദ്ദേഹം അറിയിച്ചത്. ഇറ്റാലിയൻ ഭരണകൂടവും ഈ നിർദ്ദേശം തള്ളിയിട്ടുണ്ട്. യോഗ്യത നേടിയ ടീമുകൾ തന്നെ കളിക്കണമെന്നാണ് ഇറ്റലിയുടെയും നിലപാട്. ഗ്രൂപ്പ് ജിയിലാണ് ഇറാൻ ഉൾപ്പെട്ടിരിക്കുന്നത്. ജൂൺ 16 കാലിഫോർണിയയിലെ സോഫി സ്റ്റേഡിയത്തിൽ ന്യൂസിലാൻഡിനെതിരെയാണ് ഇറാന്റെ ആദ്യ പോരാട്ടം. ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിച്ചതിനെ തുടർന്ന് മേഖലയിൽ വൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് തങ്ങളുടെ മത്സരങ്ങൾ മെക്സിക്കോയിലേക്ക് മാറ്റണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടെങ്കിലും ഫിഫ അത് നിരസിച്ചു. 2 ആഴ്ച മുൻപ് ആരംഭിച്ച താൽക്കാലിക വെടിനിർത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ലോകകപ്പ് പങ്കാളിത്തം സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും സജീവമായത്. തങ്ങളുടെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ കൂടെ കൊണ്ടുപോകാൻ കഴിയാത്തത് ഇറാന്റെ പ്രകടനത്തെ ബാധിക്കുമോ എന്നാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത്.